Good morning, dear students. I am Dr. Saudamini Menon, educationist and clinical psychologist. All are welcome to DCA learning class. Let us introduce first DCA Book 1. The book is known as Self-Learning Module. It contains DC01, DC02 and DC03. We will look into first 01, that is Introduction to Information Technology. It contains first data information, second data processing and buy. So first we'll see that what is data information. Everybody are well aware about the computer and all other systems. Nowadays, even the small children are very much aware about the system. Now, first one we said it, that is data and information. What is data and what is information? Data is that one we feed to the computer. We are all learning. We are all in the colleges, schools, etc. Data means, for example, I am studying in 10th standard. I have different subjects like English, Hindi, social science, maths, science, geography, mathematics, etc. etc. We get examinations and we get our marks. So 1, XYZ, English how much mark, Hindi how much mark. All this data is entered into the computer. Then we analyze, we compute that one, and the outcome we call it as the information. Each one's, whatever the things are there, that is called the data, and composed, analyzed that one which comes out, that is called as the information. So that is the data and information. Second one is the data processing. Now in that, input of data is there, storage of data is there, processing of data is there, and output of data is there. Now all these things, input means what we give to the computer, what we feed into the computer. Storage data, what we store in the computer. Processing, we do the process. Suppose to get it the first rank, second rank, third, how to? We add all the marks and all the things we get it together. എല്ലാം കൂടി ചേർന്ന് നമ്മൾക്ക് കിട്ടുന്നതിനെയാണ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മളിപ്പോൾ അതിൽ ഫസ്റ്റ് റാങ്കോ സെക്കൻഡ് റാങ്കോ തേർഡ് റാങ്കോ അങ്ങനെയൊക്കെ ഓരോ കുട്ടികളുടെ മാർക്കും നോക്കിയിട്ട് വരുമ്പോൾ അതിന് ഔട്ട്പുട്ട് എന്ന് പറയും. രണ്ടാമത്തെ ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ ആസ് എ ഡേറ്റ പ്രോസസ്സർ. നിങ്ങൾ ഈ പ്രോസസ്സറിൻ്റെ പേര് ഒരുപാട് കേട്ട്. നമ്മൾ മാവ് അരയ്ക്കണതിന് ഒരു പ്രോസസ്സേഴ്സ് ഉണ്ട് അല്ലേ, മാവൊക്കെ വെള്ളത്തിൽ ഒരു മെഷീനുണ്ട്, പ്രോസസ്സറുണ്ട്. തൈര് കലക്കണ അതിൻ്റെ ഒരു പ്രോസസ്സറുണ്ട്. അപ്പോൾ ഈ ഡാറ്റ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് അതിന് ഔട്ട്കം ആയിട്ട് വരുമ്പോൾ നമ്മൾ എന്താ പറയുക, കമ്പ്യൂട്ടർ. ആ കമ്പ്യൂട്ടറിനെ ഡേറ്റ പ്രോസസ്സ് എന്ന് പറയും. Now അതിൻ്റെ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡേറ്റ ദിസ് കമ്പ്യൂട്ടർ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പ്യൂട്ടർ ഒരു ഷോർട്ട് ഫോമിൽ ഞാൻ പറഞ്ഞാൽ നമുക്ക് ഓർമ്മിക്കാൻ വിധത്തിലുള്ള ഒരു ഇതാണ്. ദാറ്റ് ഈസ് കോൾഡ് ദി സാഡ് വി എച്ച് എൽ സ്ക്വയർ. സാഡ് വി എച്ച് എൽ സ്ക്വയർ ഓർമ്മിച്ചാൽ മതി. എന്താണ് സാഡ് വി എച്ച് എൽ സ്ക്വയർ. അതിൻ്റെ എസ് എന്താണെങ്കിൽ സ്പീഡ്, എ എന്താണ് അതിൽ അക്യുറസി, ഡി എന്താണ് അതിൻ്റെ ഡിലിജൻസ്, ആൻഡ് വി എന്താണ് ചോദിച്ചാൽ വേഴ്സാലിറ്റി, ആൻഡ് എൽ സ്ക്വയർ ഒരു എൽ ലാക്ക് ഓഫ് IQ ആൻഡ് ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. കമ്പ്യൂട്ടർ ഒരിക്കലും അതിൻ്റേതായ ഡിസിഷൻ ചെയ്യില്ല, നമ്മൾ അതിനെ ഡിസിഷൻ മേക്കിംഗ് ചെയ്യണം. Now what are the generations of computer?
കമ്പ്യൂട്ടർ പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, വലിയൊരു ഹാളിൽ വലിയൊരു മെഷീനൊക്കെ ആയിട്ടാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ AC ഉണ്ടായിരിക്കണം നിർബന്ധമാണ്. അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മൾ ചെരുപ്പിടാൻ പാടില്ല, കൈയൊക്കെ കഴുകണം. മീൻസ് നമ്മളൊരു പേഷ്യൻ്റെ കാണാൻ പോണ മാതിരിയായിരുന്നു ആ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ സിസ്റ്റം. ഇപ്പം അങ്ങനെയൊന്നുമില്ലല്ലോ. അപ്പോൾ ആദ്യത്തെ കമ്പ്യൂട്ടർ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ്. അബാസ്കസ് പറഞ്ഞിട്ട് ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്കറിയാം അല്ലേ, ഓരോ കുട്ടികൾ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ കാണിച്ചിട്ട് ചെയ്യുന്നതാണ്. ആദ്യം ആ കമ്പ്യൂട്ടർ അതിനു വേണ്ടി ഉപയോഗിച്ചു. രണ്ടാമത്തെ കമ്പ്യൂട്ടർ ട്രാൻസിസ്റ്റേഴ്സ് ആസ് ദ കോർ കോമ്പനൻറ്റ്സ്, മീൻസ് നമ്മളതിൽ എന്ത് കൊടുക്കണോ അതായിട്ട് അതിൻ്റെ ഇൻപുട്ടായിട്ട് നമ്മൾക്ക് കിട്ടണതാണ് രണ്ടാമത്തെ ജനറേഷൻ. മൂന്നാമത്തെ ജനറേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടറിൽ അഡോപ്റ്റഡ് ഇൻറ്റിഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്സൊക്കെ ഇടാൻ തുടങ്ങി. ചിപ്സ് പറയുമ്പോൾ നമ്മൾ മൊബൈലിൽ ഇത് പറയില്ലേ, സിം എന്ന് പറയില്ലേ, കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ആ സിമ്മിനെയാണ് ചിപ്സ് എന്ന് പറയണത്. പിന്നെ അതുമാത്രമല്ല ഹൈ ലെവൽ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ തരത്തിലുള്ള ലാംഗ്വേജാണ് യൂസ് ചെയ്ത? പാസ്കൽ, C++, ജാവ, പൈത്തൺ, 4GL ഇങ്ങനെയായ പല തരത്തിലുള്ള ലാംഗ്വേജ് നമ്മളതിൽ ഉപയോഗിച്ചിരുന്നു. അഞ്ചാമത്തെ കമ്പ്യൂട്ടർ ജനറേഷൻ പറഞ്ഞെങ്കിൽ ഇപ്പോൾ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് അല്ലേ. നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇതിൻ്റെ ഒന്നും ആവശ്യം, ടീച്ചർമാരുടെ ആവശ്യമില്ല, ബുക്കിൻ്റെ ആവശ്യമില്ല, എല്ലാം AI ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഉത്തരം പറയും. അപ്പോൾ അതാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ. അത് കഴിഞ്ഞിട്ട് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് എ യൂണിറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ? എന്തൊക്കെയാണ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ? ആദ്യത്തെയാണ് ഇൻപുട്ട് യൂണിറ്റ്, സ്റ്റോറേജ് യൂണിറ്റ് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ്. നൗ വാട്ട് യു മീൻ ബൈ ഇതെല്ലാം? ഇൻപുട്ട്, സ്റ്റോറേജ്, ആ പേര് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യമാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അതിനെയാണ് നമ്മൾ CPU എന്ന് പറയണത്. ആ CPUവിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? വെരി ഇമ്പോർട്ടൻ്റ് ആണത്. സാധാരണ എപ്പോഴും ക്വസ്റ്റ്യൻ പരീക്ഷയൊക്കെ വരണ ചോദ്യത്തിൽ ഒരെണ്ണമാണ് CPUവിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന്. അതിൽ 3 എണ്ണമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്. ഒന്നാമത്തെ അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ്, ALU. ആലു ഹിന്ദിയിൽ പറഞ്ഞെങ്കിൽ പൊട്ടറ്റോ എന്നാണ് പറയുക, ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഈ ആലു എന്ന് ഓർമ്മിച്ചാൽ മതി. ദാറ്റ് ഈസ് അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ്. രണ്ടാമത്തെ സെൻട്രൽ യൂണിറ്റ്, സെൻട്രൽ പറഞ്ഞാൽ മിഡിൽ. അത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ മൂന്നാമത്തെ. അപ്പോൾ ആലു മോളിൽ, സെൻട്രൽ നടുവിൽ ആൻഡ് രജിസ്റ്റേഴ്സ് ഇൻ ദ മൂന്നാമത്തേൽ. പിന്നെ നമുക്ക് നോക്കേണ്ടത് സ്റ്റോറേജ് യൂണിറ്റാണ്. സ്റ്റോറേജ് യൂണിറ്റിൽ നമ്മൾ 2 എണ്ണം ഉണ്ട്. എങ്ങനെയൊക്കെ നമ്മൾ സ്റ്റോറേജ് ചെയ്ത് വെക്കണതാണ്? അതിൽ പ്രൈമറി സ്റ്റോറേജ് എന്നും പറയും, സെക്കൻഡറി സ്റ്റോറേജ് എന്നും പറയും. പ്രൈമറി സ്റ്റോറേജിൽ പിന്നെയും 2 വിഭാഗമുണ്ട്. ആദ്യത്തെ വിഭാഗത്തിന് റാൻഡം ആക്സസ് മെമ്മറി എന്നാണ് പറയുക, RAM എന്ന് പറയും, RAM. രണ്ടാമത്തിൽ റീഡ് ഓൺലി മെമ്മറി. നമ്മൾ കാണാമല്ലേ ചിലപ്പോൾ റീഡ് ഓൺലി വേണോ ചോദിക്കുന്നത്, അത് നമുക്ക് കോപ്പി പേസ്റ്റോ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് വായിക്കാൻ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിനെയാണ് ROM പറയുന്നത്, റീഡ് ഓൺലി മെമ്മറി. ഇതിൻ്റെ രണ്ടിലും കൂടി നടുക്കിൽ ടു എൻഹാൻസ് ദ സ്പീഡ് ഓഫ് ആക്സസ് ഫാസ്റ്റർ സ്റ്റോറേജ്, ഈ ഫാസ്റ്റർ സ്റ്റോറേജ് ചെയ്തതിന് ഇതിൻ്റെയും രണ്ടിൻ്റെയും നടുവിലായിട്ട് ഒരു ക്യാച്ച് പറഞ്ഞിട്ടുണ്ട്, CACHE ക്യാച്ച് മെമ്മറി. ഈ റാമിൻ്റെയും റോമിൻ്റെയും മിഡിലായിട്ടാണ് അത് ഇരിക്കുന്നത്. അപ്പോൾ അതിനാണ് ക്യാച്ച് എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡറി സ്റ്റോറേജ്. ഈ സെക്കൻഡറി സ്റ്റോറേജിന് വേറൊരു വാക്ക് കൂടിയിട്ടുണ്ട്, അതിനാണ് ആക്സിലറി സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് എ യൂസ് സ്റ്റോറേജ് അതിന് ഒരുപാട് സ്റ്റോറേജ് ചെയ്യാൻ പറ്റും. ആ സ്റ്റോറേജ് ചെയ്യുന്ന ഓട്ടോമാറ്റിക് സ്റ്റോറേജ് ചെയ്യില്ല, നമ്മളതിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. നമ്മളതിനൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം, ആ ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ അത് സ്റ്റോറേജ്, അത് ഡിഫറെൻറ്റ് പ്ലേസസിൽ ആ സ്റ്റോറേജിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? ഡാറ്റ സേവ് ചെയ്യാൻ പറ്റും, പ്രോഗ്രാംസ് സേവ് ചെയ്യാൻ പറ്റും, ഇൻഫർമേഷൻസ് എല്ലാം അതിൽ സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇൻഫർമേഷൻ ഇതെല്ലാം സേവ് ചെയ്യണേ അതിന് ചില ഡിവൈസസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ CD എന്ന് പറയുക, അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് എന്ന് പറയും, DVD എന്ന് പറയും, USB എന്ന് പറയും. ഇതെല്ലാം എക്സാമ്പിൾസ് ഓഫ് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ്.
ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് വിളിക്കാം, ചോദിക്കാം, പറഞ്ഞു തരാം. താങ്ക് യു വെരി മച്ച്. വിൽ സീ യു in the next video. Thank you very much. God bless you all.